തെന്നിന്ത്യയിലെ മാദക നടിയായിരുന്ന സിൽക്ക് സ്മിതയുടെ ആദ്യ നായകൻ ഇപ്പോൾ വില്ലൻ വേഷങ്ങളിലും അച്ഛൻ വേഷങ്ങളിലും മലയാള സിനിമയിൽ സജീവമാണ്. ഇണയെ തേടി എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് സിൽക്ക് സ്മിത അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത്. 1979 പുറത്തിറങ്ങിയ ചിത്രം സംവിധാനം ചെയ്തത് ആന്റണി ഈസ്റ്റ്മാൻ ആയിരുന്നു. ജോൺ പോൾ പുതുശ്ശേരിയാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരുന്നത്. വില്ലൻ വേഷങ്ങളിലും അച്ഛൻ വേഷങ്ങളിലും ഇന്നും മലയാള സിനിമയിൽ സജീവമായ കലാശാല ബാബുവാണ് സിൽക്ക് സ്മിതയുടെ ആദ്യത്തെ നായകൻ. നാടക നടനായിരുന്ന കലാശാല ബാബു, ശ്രീമുരുകൻ, യുദ്ധകാന്ഡം എന്നിങ്ങനെ 2 ചിത്രങ്ങളിൽ അഭിനയിച്ചതിനു ശേഷമാണ് ഇണയെ തേടി എന്ന ചിത്രത്തിൽ സിൽക്ക് സ്മിതയുടെ നായിക വേഷത്തിൽ എത്തുന്നത്. പ്രതീക്ഷയോടെ കാത്തിരുന്ന ഇണയെ തേടി തിയേറ്ററുകളിൽ എത്തിയപ്പോൾ വൻ പരാജയമാണ് നേരിട്ടത്. ഇണയെ തേടി എന്ന ചിത്രത്തിന് ശേഷം സിൽക്ക് സ്മിത വണ്ടിച്ചക്ര എന്ന തമിഴ് സിനിമയിലും അഭിനയിച്ചു. ഒരു ബാർ ഡാൻസറുടെ വേഷമാണ് ചിത്രത്തിൽ സിൽക്ക് സ്മിത അവതരിപ്പിച്ചത്. പുഷ്യരാഗം എന്ന ചിത്രത്തിലൂടെയാണ് സിൽക്ക് സ്മിത മലയാളത്തിൽ എത്തിയത്. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്.